KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മതസാംസ്കാരിക വിനിമയം കാലഘട്ടത്തിന്റെ ആവശ്യം മുഫ്തി അഹമ്മദ് ബഷീറുദ്ദീൻ അൽ ഫാറൂഖി. ദൗറത്തുൽ ഖുർആൻ പ്രഖ്യാപനം ഇന്ന് മർക്കസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. SYS സംഘശാക്തീകരണം സോണൽ പ്രതിനിധി സമ്മേളനങ്ങൾക്ക് തുടക്കമായി. PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനിയുടെ ജാമ്യം ഉമ്മൻചാണ്ടി കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഡൽഹിയിൽ 2 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല വിവാദത്തിൽ ഇടപെടുമെന്ന് മന്ത്രി അബ്ദുറബ്ബ്. കൊച്ചിയുടെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ഏതു പദ്ധതി നടപ്പാക്കണമെന്ന് 2 മാസത്തിനുള്ളിൽ തീരുമാനിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസിന് കഴിയില്ലെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. ഡൽഹിയിൽ 2 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരിൽ ഒരാൾ കുട്ടികളുടെ അകന്ന ബന്ധുവാണ്. ഇയാളാണ് തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തതെന്നാണ് ഡൽഹി പോലീസ് നൽകുന്ന വിവരം. ഡൽഹി മണ്ടാവലിയിലെ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് 7 വയസ്സുകാരനായ മൻസിജിനെയും 5 വയസ്സുകാരിയായ അനയത്തി ഷായിബിയെയും തട്ടിക്കൊണ്ടുപോയത്. കുട്ടികളെ വിട്ടുനൽകാൻ 40 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മാതാപിതാക്കൾക്ക് 2 തവണ ഫോൺ സന്ദേശം ലഭിച്ചു. പോലീസിനെ വിവരമറിയിച്ച മാതാപിതാക്കൾ മോചനദ്രവ്യം നൽകാൻ തയ്യാറായില്ല. തുടർന്ന് ഇന്നലെ നഗരഹൃദയത്തിലെ പ്രഗതി മൈതാനത്തിനു സമീപത്തുള്ള വനത്തിൽ അഴുകിയ നിലയിൽ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കുട്ടികളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ടയാളാണ് തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തതും കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയതെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം. കുട്ടികളുടെ സഹപാഠികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെ തട്ടിക്കൊണ്ടുപോകലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുകൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഡൽഹി പോലീസ്. മന്ത്രി KB ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ്. വിവാഹേതര ബന്ധത്തിന്റെ പേരിൽ കാമുകിയുടെ ഭർത്താവിന്റെ മർദ്ദനമേറ്റത് മന്ത്രി KB ഗണേഷ് കുമാറാണെന്നും PC ജോർജ് പറഞ്ഞു. മുഖ്യമന്ത്രിയും UDF-ഉം ഇക്കാര്യം ചർച്ച ചെയ്ത് ഗണേഷിനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റണമെന്നും ഇങ്ങനെയൊരു സംഭവമുണ്ടായത് മറ്റു മന്ത്രിമാർക്ക് നാണക്കേടാണെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. ഇന്നൊരു ദിനപത്രത്തിലാണ് ഒരു മന്ത്രിക്ക് കാമുകിയുടെ ഭർത്താവിൽ നിന്ന് മർദ്ദനമേറ്റുവെന്ന് വാർത്ത വന്നത്. അതേസമയം കാമുകിയുടെ ഭർത്താവ് തന്നെ മർദ്ദിച്ചുവെന്ന PC ജോർജിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പ്രതികരിച്ചു. PC ജോർജിനെതിരെ മുഖ്യമന്ത്രിക്കും UDF കൺവീനർക്കും പരാതി നൽകും. ഗൂഢാലോചനയിൽ പാർട്ടിക്കും പങ്കുള്ളതായി സംശയമുണ്ട്. നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗണേഷ് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള കുടിവെള്ളം മുട്ടിച്ച് വീണ്ടും പൈപ്പ് പൊട്ടൽ. അരുവിക്കര കുമ്മിപ്പറമ്പ് ഹൌസിന് സമീപമുള്ള പ്രധാന പൈപ്പ് ലൈനിലാണ് പൊട്ടലുണ്ടായത്. പൈപ്പുകളുടെ കാലപ്പഴക്കമാണ് കാരണമായി പറയുന്നതെങ്കിലും നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും സാങ്കേതിക മികവിന്റെ കുറവുമാണ് കാരണമെന്ന് വിദഗ്ധർ ആരോപിക്കുന്നു. പൈപ്പ് നന്നാക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. എന്നാൽ പമ്പിംഗ് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കർണാടക പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനിക്ക് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കർണാടക മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാറിന് കത്തയച്ചു. മാർച്ച് 10-ന് മഅദനിയുടെ മകളുടെ വിവാഹമാണെന്നും ഇതിൽ പങ്കെടുക്കാൻ മഅദനിക്ക് ജാമ്യം അനുവദിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. മഅദനിയുടെ ചികിത്സ പാതിവഴിയിൽ നിർത്തിയിരിക്കുകയാണെന്നും തുടർ ചികിത്സയ്ക്കും മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാനുമായി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ സൂഫിയ മഅദനി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. മഅദനിയുടെ ജാമ്യത്തിനായി PDP നിയമവഴിയും ആലോചിക്കുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വേണ്ട സമയത്ത് ഇടപെടുമെന്ന് മന്ത്രി PK അബ്ദുറബ്ബ് പറഞ്ഞു. ചില ആസൂത്രിത ശ്രമങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു.
സർവകലാശാല സ്വതന്ത്രാധികാരമുള്ള സ്ഥാപനമാണ്. വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് അംഗങ്ങളും ഉൾപ്പെടുന്ന അധികാര കേന്ദ്രത്തിന്റെ തീരുമാനങ്ങളാണ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം. ഇതിൽ വീഴ്ചയുണ്ടെന്ന് തോന്നിയാൽ സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടാകും. മന്ത്രി അബ്ദുറബ്ബ് പറഞ്ഞു. യൂണിവേഴ്സിറ്റിക്ക് ഒരു വലിയ അളവോളം അതിൻ്റെതായ ഓട്ടോണമി ഉണ്ട്, 100% അല്ലെങ്കിൽ ഓട്ടോണമി ഉണ്ട്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളിൽ ആശാസ്യമായി അല്ലാത്തത് കാണുമ്പോൾ നമ്മൾ ഇടപെടേണ്ടി വരും. അതിനുള്ളൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഇടപെട്ടത്. കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ നിരവധി വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. ചെറിയ വിഷയങ്ങൾ പോലും വിവാദത്തിൽ കലാശിക്കുന്നത് നിർഭാഗ്യകരമാണ്. ചിലതെല്ലാം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നാൽ പരിഹരിക്കാൻ കഴിയുന്നവയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിസന്ധിയിലും അക്കാദമി നിലവാരത്തിൽ കാലിക്കറ്റ് സർവകലാശാല മറ്റുള്ളവർക്ക് മാതൃകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി അഭിപ്രായപ്പെട്ടു. കൊച്ചിയുടെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ഏതു പദ്ധതി നടപ്പാക്കണമെന്ന് 2 മാസത്തിനുള്ളിൽ തീരുമാനിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. കൊച്ചിയിൽ സംഘടിപ്പിച്ച ആശയ കൂട്ടായ്മയിൽ പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മെട്രോ നിർമ്മാണത്തിന് സഹായകമായ രീതിയിൽ പദ്ധതി ആസൂത്രണം ചെയ്യണമെന്ന് കൂട്ടായ്മയിൽ അഭിപ്രായമുയർന്നു. കൊച്ചിക്ക് വേണ്ടത് ഫ്ളൈ ഓവറുകളാണോ, നഗരകവാടങ്ങളായ ഇടപ്പള്ളിയെയും അരൂരിനെയും ബന്ധിപ്പിക്കുന്ന എലിവേറ്റഡ് ഹൈവേയാണോ, അരൂരിൽ നിന്ന് ഇടപ്പള്ളിയിലേക്ക് എത്തുന്ന പുതിയ ബൈപ്പാസാണോ? ഏതായാലും ഇനിയുമധികം കാത്തിരിക്കാനാവില്ലെന്നായിരുന്നു ആശയ കൂട്ടായ്മയിൽ പങ്കെടുത്തവർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടത്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഏത് പദ്ധതി നടപ്പാക്കണമെന്ന് തീരുമാനിക്കാൻ രാജ്യാന്തര ഏജൻസിയെ ചുമതലപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് മന്ത്രി വ്യക്തമാക്കി. ഐസാപ്പ് ഫണ്ടിംഗ് നടത്തി ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ഏജൻസിയെ കൊണ്ട് ഒരു കൺസെപ്റ്റ് റെഡിയാക്കി, ഒരു കൺസെപ്റ്റ് പേപ്പർ റെഡിയാക്കി നമുക്ക് മെട്രോ റെയിൽവേയുടെ പ്രശ്നവും തീർക്കണം. ഇതിലേത് മോഡാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് എന്ന് ഒരു തീരുമാനവും എടുക്കണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ അഭിപ്രായം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് കൊച്ചിൻ മെട്രോയാണ്. ഈ കഴിഞ്ഞ ബഡ്ജറ്റിലും 130 കോടി രൂപ ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയണം. അത് ഡിലേ ചെയ്ത് പോയാൽ എസ്കലേറ്റ് ചെയ്യും. നമുക്കിപ്പോൾ ഫോറിൻ എയ്ഡും ഫോറിൻ അസിസ്റ്റൻസും കിട്ടുന്ന സന്ദർഭം. പാലക്കാട് ചെർപ്പളശ്ശേരിക്ക് സമീപം പന്നിയംകുറിശി കുളങ്കുന്നത്ത് പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരിച്ചവരുടെ എണ്ണം 7ആയി. ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മണിയാണ് ഒടുവിൽ മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. ന്യൂഡൽഹിയിലെ താൽക്കത്തോറ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ബിജെപി ദേശീയ കൌൺസിൽ യോഗത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെയും കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. കോൺഗ്രസ് ഭരണത്തിൽ രാജ്യം മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ മോദി പ്രധാനമന്ത്രിയെ നൈറ്റ് വാച്ച്മാൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ദേശീയ കൌൺസിലിന്റെ 2ാം ദിനമായിരുന്ന ഇന്നലെ മോഡിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് പരോക്ഷ പിന്തുണയുമായി അധ്യക്ഷൻ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബിജെപിയെ മോഡി നയിക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നതിനിടെയാണ് കോൺഗ്രസിനെ വിമർശിച്ച് മോഡി സംസാരിച്ചിരിക്കുന്നത്. ഒരു കൗതുക വാർത്ത. തെങ്ങുകയറ്റത്തിന് ആളെ കിട്ടാത്ത കേരള നാട്ടിൽ തേങ്ങയിടാൻ വാനരപ്പടയെത്തുന്നു. തെക്കുകിഴക്കൻ ഏഷ്യയിലും ശ്രീലങ്കയിലുമുള്ളതുപോലെ കേരളത്തിലും നാളികേരം പറിക്കാൻ കുരങ്ങന്മാരെ ഉപയോഗിക്കാനുള്ള നിർദ്ദേശം സർക്കാരിന് മുന്നിൽ സമർപ്പിക്കാനൊരുങ്ങുകയാണ് കൃഷിവകുപ്പ് ഓഫീസർമാർ. യന്ത്രവൽകൃത തെങ്ങുകയറ്റ പദ്ധതിയുടെയും ഇതിനായി രൂപീകരിച്ച ചങ്ങാതിക്കൂട്ടത്തിന്റെയും തുടർച്ചയായി പദ്ധതി നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. തൊഴിലാളികളെ കിട്ടാത്തതുമൂലം നാളികേര കൃഷിയിൽ കർഷകർക്ക് താൽപര്യം കുറഞ്ഞുവരുന്നത് തിരിച്ചറിഞ്ഞാണ് പുതിയ രീതി പരീക്ഷിക്കുന്നത്. കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ.ആർ. വിജയകുമാറും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ വി.കെ. രാജുവുമാണ് വാനരന്മാരെ കൊണ്ട് തേങ്ങയിടിക്കാനുള്ള പദ്ധതി രൂപകൽപ്പന ചെയ്തത്. ഇപ്പോൾ മലേഷ്യയിലും ഫിലിപ്പീൻസിലും ശ്രീലങ്കയിലുമെല്ലാം കുരങ്ങന്മാർ തേങ്ങ പറിക്കുന്നുണ്ട്. മലേഷ്യയിലെ മക്കാക്ക് എന്നയിനം വാനരന്മാർ ഈ പണിയിൽ വളരെ വിദഗ്ധരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെയും തായ്ലൻഡിലെയും തെങ്ങുകളിൽ 10 വർഷമായി കയറുന്നത് കുരങ്ങന്മാരാണ്. ഈ രാജ്യങ്ങളിൽ ഇവക്ക് തെങ്ങുകയറ്റത്തിൽ പരിശീലനം നൽകുന്ന വിദഗ്ധരുമുണ്ട്. ഇവരെ കൊണ്ടുവന്ന് വാനരന്മാർക്ക് പരിശീലനം നൽകാനാണ് കൃഷിവകുപ്പിന്റെ നീക്കം. ഒരു തേങ്ങ അതിന്റെ കുലയിൽ നിന്ന് പിരിച്ചെടുത്ത ശേഷം പറിച്ചെടുക്കാനായിരിക്കും ആദ്യം പഠിപ്പിക്കുക. തുടർന്ന് മൂത്ത നാളികേരങ്ങൾ തിരിച്ചറിയാനും പറിച്ചിട്ട നാളികേരങ്ങൾ ലോറികളിൽ കയറ്റുന്നതിനും പരിശീലനം നൽകും. ഒരു തെങ്ങുകയറ്റ തൊഴിലാളി ദിവസം ശരാശരി 50 വരെ തെങ്ങുകളിലാണ് കയറുന്നത്. എന്നാൽ പരിശീലനം നേടിയ ഒരു കുരങ്ങിന് പ്രതിദിനം 500 വരെ തെങ്ങുകളിൽ കയറാനാവുമെന്നാണ് ഇവർ പറയുന്നത്. ഗൾഫ് വാർത്തകൾ.
ഫാമിലി വിസയിൽ സൗദിയിലെത്തുന്ന പ്രവാസി ഭാര്യമാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന മുന്നറിയിപ്പ് തൊഴിൽ മന്ത്രാലയം ആവർത്തിച്ചു. വർക്ക് പെർമിറ്റ് ഇല്ലാത്തതിനാൽ ആശ്രിത വിസയിലെത്തുന്നവർക്ക് സൗദിയിൽ തൊഴിൽ ചെയ്യാനാവില്ലെന്ന് ഇക്കാമയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജോലി ആവശ്യാർത്ഥമല്ലാതെ സൗദിയിലെത്തുന്ന പ്രവാസി സ്ത്രീകൾ തൊഴിലെടുക്കുന്നത് വിലക്കിയതാണെന്നും മന്ത്രാലയം ഔദ്യോഗിക വക്താവ് ഫത്താബ് അൽ-അൻസിയെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തൊഴിൽ വിസയിലെത്തിയവർ ബന്ധപ്പെട്ട സ്പോൺസർക്ക് കീഴിലല്ലാതെ തൊഴിലെടുക്കുന്നത് നിയമവിരുദ്ധമാണ്. റിക്രൂട്ട് ചെയ്യപ്പെട്ടതല്ലാത്ത ഇതര തൊഴിലുകളിൽ അവർ ഏർപ്പെടാനും പാടില്ലെന്ന് വക്താവ് ആവർത്തിച്ച് വ്യക്തമാക്കി. പ്രവാസി വനിതകൾ നിയമം ലംഘിച്ച് സ്വകാര്യ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നതായ കേസുകളൊന്നും ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പരിശോധന നടന്നുവരികയാണ്. ഷാർജയിൽ 23 അനധികൃത താമസക്കാർ പിടിയിലായി. എല്ലാവരും ആഫ്രിക്കൻ രാജ്യക്കാരാണ്. 17 സ്ത്രീകളും 7 പുരുഷന്മാരുമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കെട്ടിടത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇവർ കുടുങ്ങിയത്. വിവിധ കേസുകളിൽ പ്രതികളായതിന് സുരക്ഷാ വിഭാഗം അന്വേഷിക്കുന്ന ചിലരും ഇക്കൂട്ടത്തിലുണ്ട്. അനധികൃത താമസക്കാരായ ചില ആഫ്രിക്കക്കാർ ഒരു കെട്ടിടത്തിൽ താമസിക്കുന്നതായി CIDക്ക് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും ദിവസം രഹസ്യ നിരീക്ഷണം നടത്തിയ ശേഷമായിരുന്നു മിന്നൽ പരിശോധന നടത്തിയത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ, ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു സോദരേ, മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ, ആസുരകളിലെ ദുരപേരി ഉയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ, ഹൃദയങ്ങളിൽ ഉഷസിൻ. ആദർശ കേരളത്തിന്റെ ധർമാക്ഷരിയായി, അധർമ്മത്തിനെതിരെ തീപ്പാറുന്ന അക്ഷരജ്വാലയായി മലയാളിയുടെ വായനാമുറിയിൽ ഇടം നേടിയ ഡിസാല വാരിക. വായിക്കുക, വരിക്കാരാവുക, പ്രചാരകരാവുക. മാതാപിതാ മനമിൽ തോറ്റിടുന്നിവിടം, മനസ്സുള്ളിലെ സ്നേഹം കൺകോണിൽ നനവിന്റെ കപട കണവും വരണ്ടോ, ആസുരകളിലെ ദുരപേരി ഉയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ, ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു സോദരേ, മനസ്സുള്ളിൽ വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ഖുർആൻ പാരായണത്തിന്റെ സാമൂഹികവും ആത്മീയവുമായ അർത്ഥതലങ്ങളെ മുൻനിർത്തി ഖുർആനിനൊപ്പം ജീവിക്കുക എന്ന ആശയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഖുർആൻ പാരായണത്തെ ദൈനംദിനചര്യയുടെ ഭാഗമാക്കാനുമായി മർക്കസിന് കീഴിൽ ആരംഭിക്കുന്ന ദൗറത്തുൽ ഖുർആൻ പ്രഖ്യാപനം ആത്മീയ നേതൃത്വങ്ങളുടെ നിറസാന്നിധ്യത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തും. ഇന്ന് മഗ്‌രിബ് നിസ്കാരാനന്തരം മർക്കസ് മെയിൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അഹ്ദലിയ ദിക്ർ സ്വലാത്ത് മജ്ലിസിലാണ് പ്രഖ്യാപനം നടക്കുക. ദൗറത്തുൽ ഖുർആൻ പദ്ധതി മുഹമ്മദ് ഫൈസി അവതരിപ്പിക്കും. സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ, സയ്യിദ് ഉമറുൽ ഫാറൂഖ് പൊസോട്ട്, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, ജമലുല്ലൈലി തങ്ങൾ, PSK തങ്ങൾ തലപ്പാറ, സൈനുൽ ആബിദീൻ തങ്ങൾ തുറാബ തങ്ങൾ, സബൂർ തങ്ങൾ, കുഞ്ഞുട്ടി തങ്ങൾ തിരൂർക്കാട്, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സുലൈമാൻ മുസ്ലിയാർ, AP മുഹമ്മദ് മുസ്ലിയാർ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് തുടങ്ങിയവർ സംബന്ധിക്കും. രാജ്യത്തെയും മറുനാട്ടിലെയും മുഴുവൻ സത്യവിശ്വാസികൾക്കും പങ്കാളികളാകാനും അനുഗ്രഹം കരസ്ഥമാക്കാനും സാധിക്കും വിധത്തിലുള്ള സംവിധാനമാണ് ദൗറത്തുൽ ഖുർആൻ. ഇതിന്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികൾ രാജ്യാന്തര തലത്തിൽ പഠനം, പാരായണം, സംവേദനം, അവലോകനം, സിംപോസിയം തുടങ്ങി ഖുർആനികമായ ജീവിതക്രമത്തെയും ചരിത്രത്തെയും അടയാളപ്പെടുത്തുന്ന പദ്ധതികൾ ആവിഷ്കരിക്കും. ചതുർമാസ ഖുർആൻ ദുആ സമ്മേളനത്തിൽ ദൗറ പൂർത്തിയാക്കിയവർക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റും ദൗറത്തുൽ ഖുർആൻ മെമ്പർഷിപ്പും നൽകും. തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ ഖുർആൻ സമ്മേളനം, ഡോക്യുഫിക്ഷൻ, ഖുർആനിക ചരിത്ര പ്രദർശനം എന്നിവയും വ്യത്യസ്ത ഘട്ടങ്ങളിൽ നടക്കും. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ ആദ്യഘട്ട മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം കാന്തപുരം ഉസ്താദ് നിർവഹിക്കും. സാംസ്കാരിക ബോധമാണ് ജീവിതത്തെ ധാർമ്മികമായി പരിവർത്തിപ്പിക്കുന്നതെന്നും ഈ ഗുണം സ്വായത്തമാക്കാൻ മതധാർമ്മികതയിലൂന്നിയ ആധുനിക വിജ്ഞാന സമ്പാദനം അനിവാര്യമാണെന്നും കാശ്മീർ ഗ്രാൻഡ് മുഫ്തി അഹമ്മദ് ബഷീറുദ്ദീൻ അൽ ഫാറൂഖി പ്രസ്താവിച്ചു.
മർക്കസ് കാശ്മീർ ഹോമിൽ സംഘടിപ്പിച്ച സൌഹാർദ്ദ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതമൂല്യങ്ങളുടെ സാംസ്കാരിക വിനിമയമാണ് മർക്കസിലൂടെ നടക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളാണ് കാശ്മീരിന്റെ പുരോഗതിക്കും നിലനിൽപ്പിനും ആവശ്യം. രാജ്യത്തെ ഏറ്റവും പ്രകൃതിദത്തമായ സംസ്ഥാനം സാംസ്കാരികമായ സമൂല മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇതിനായി കേരളം കാശ്മീരിനെ പിന്തുണക്കണമെന്നും മുഫ്തി ആവശ്യപ്പെട്ടു. കാശ്മീർ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് ഗുജ്രി, മൌലാന മുഹമ്മദ് നൂറാനി എന്നിവർ മുഫ്തിയെ അനുഗമിച്ചിരുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. മൂസ സഖാഫി പാതിരമണ്ണ സ്വാഗതവും അബ്ദുൽ കരീം അംജദി ഉത്തർപ്രദേശ് നന്ദിയും പറഞ്ഞു. ബാംഗ്ലൂരു റേഞ്ച് സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ദശവാർഷിക സമ്മേളനം ഇന്ന് സമാപിച്ചു. കാലത്ത് 9 മണിക്ക് നടന്ന SSF പ്രൊഫഷണൽ കോൺഫറൻസ് SSA ഖാദർ ഹാജിയുടെ അധ്യക്ഷതയിൽ കർണാടക ഉപമുഖ്യമന്ത്രി R. അശോക് ഉദ്ഘാടനം ചെയ്തു. കുമാരസ്വാമി MP, PC മോഹനൻ MP, NA ഹാരിസ് MLA, സമീർ അഹമ്മദ് MLA, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് GC പ്രകാശ്, ഹൈക്കോടതി ജഡ്ജി അഡ്വക്കേറ്റ് മൂസക്കുഞ്ഞി സംബന്ധിച്ചു. ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, പ്രൊഫസർ KM റഹീം തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. ഉച്ചയ്ക്ക് 2 മണിക്ക് നടന്ന രണ്ടാം സെഷൻ പ്രൊഫസർ AK അബ്ദുൽ ഹമീദിന്റെ അധ്യക്ഷതയിൽ കർണാടക പ്രതിപക്ഷ നേതാവ് സിദ്ധാരാമയ്യ ഉദ്ഘാടനം ചെയ്തു. കൊടുവള്ളി വാവാട് സെന്ററിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സുന്നി പൊതുയോഗത്തിൽ നൌഷാദ് ഹസനി ഒതുക്കുങ്ങൽ പ്രസംഗിക്കും. SSF SYS വാവാട് സെന്റർ യൂണിറ്റ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രമുഖ സാദാത്തുക്കളും പണ്ഡിതന്മാരും സംബന്ധിക്കും. തത്സമയം KMIC സംപ്രേഷണം. വെള്ളിപ്പറമ്പ് അൽഫത്താഹ് നഗർ യൂണിറ്റ് SYS ആഭിമുഖ്യത്തിൽ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് നേർച്ച അടുത്ത ശനിയാഴ്ച മസ്ജിദുൽ ഫത്താഹിൽ നടക്കും. സമസ്ത കോഴിക്കോട് താലൂക്ക് പ്രസിഡന്റ് M. അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. SYS കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം അനുസ്മരണ പ്രഭാഷണം നടത്തും. ഹാമിദ് അലി സഖാഫി പാലാഴി, മുഹമ്മദ് ഷഫീഖ് നിസാമി അൽ ഖാമിലി, VP അബ്ദുൽ ജലീൽ സാദി വെള്ളിപ്പറമ്പ് തുടങ്ങിയവർ സംബന്ധിക്കും. ആണ്ടുനേർച്ചയോടനുബന്ധിച്ച് മാസാന്ത ഖുതുബിയത്ത് ഉദ്ഘാടനം, മൊഹീദ്ദീൻ മാല പാരായണ മത്സരം, ക്വിസ് പ്രോഗ്രാം തുടങ്ങിയവ സംഘടിപ്പിച്ചു. കിണാശ്ശേരി അറബിക് കോളേജിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് ജീലാനി അനുസ്മരണവും ദിക്ർ ഹൽക്കയും നടക്കും. കോളേജ് പ്രിൻസിപ്പൽ KT മുഹമ്മദ് ബഷീർ അസ്സനി ജീലാനി അനുസ്മരണ പ്രഭാഷണം നടത്തും. ദിക്ർ ദുആ മജ്ലിസിന് AP അബ്ദുള്ള മുസ്ലിയാർ, VM കോയ മാസ്റ്റർ, AP ബീരാൻ, ഹസൻ കോയ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകും. SSF വലിയപറമ്പ് യൂണിറ്റ് മദ്യവിരുദ്ധ പ്രതിജ്ഞാ സമ്മേളനം ഇന്ന് നടക്കും. വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന പരിപാടി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK നാസർ ഉദ്ഘാടനം ചെയ്യും. വൈലത്തൂർ SYS SSFന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് പകര ചക്കിയത്തിൽ ജിലാനി അനുസ്മരണം നടക്കും. സയ്യിദ് സൈനുൽ ആബിദീൻ ബുഖാരി കോട്ടക്കൽ, മുഹമ്മദ് ഹസനി പകര പങ്കെടുക്കും. സമരം കൊണ്ട് ജീവിതം എഴുതാനുള്ള വിപ്ലവ ആഹ്വാനവുമായി പെരിന്തൽമണ്ണയിൽ നടന്ന SSF മലപ്പുറം ജില്ലാ I-Team റാലി സംഘടനാ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി. ഏപ്രിൽ 26, 27, 28 തീയതികളിൽ എറണാകുളത്ത് നടക്കുന്ന SSF 40ാം വാർഷികത്തിന്റെ ഭാഗമായാണ് നഗരത്തെ പാൽക്കടലാക്കിയ I-Team റാലി നടന്നത്. ധർമ്മവഴിയിൽ യുവത്വത്തിന്റെ കരുത്തറിയിച്ച് SSF മലപ്പുറം ജില്ലാ I-Team റാലി പെരിന്തൽമണ്ണ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ഇന്നലെ വൈകുന്നേരം പെരിന്തൽമണ്ണ തറയിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലിയിൽ ജില്ലയിലെ I-Team അംഗങ്ങൾ 134 സെക്ടറിലെ ഗ്രീൻ കേഡറ്റ് I-Team, 50 ക്യാമ്പസുകളിലെ ബ്ലൂ കേഡറ്റ് I-Team, 100 മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വൈറ്റ് കേഡറ്റ് I-Team എന്നിങ്ങനെ 10,000 പേർ റാലിയിൽ അണിനിരന്നു. ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകിയ റാലി മനഴി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പെരിന്തൽമണ്ണ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ജില്ലയിലെ പ്രാസ്ഥാനിക നേതാക്കളായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പൊന്മള മൊഹീദ്ദീൻ കുട്ടി ബാക്കവി, മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ, തിരൂർക്കാട് അഹമ്മദ് ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹബീബ് കോയ തങ്ങൾ ചിരക്കപ്പറമ്പ്, KPH തങ്ങൾ കാവനൂർ, PKM സഖാഫി ഇരിങ്ങല്ലൂർ, അലവി സഖാഫി കൊളത്തൂർ, KM റഹീം സാഹിബ് തുടങ്ങി പ്രാസ്ഥാനിക നേതാക്കൾ റാലിയെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് നടന്ന I-Team സമ്പൂർണ്ണ സംഗമത്തിൽ SSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി സന്ദേശ പ്രഭാഷണം നടത്തി. SSF ജില്ലാ പ്രസിഡന്റ് A ശിഹാബുദ്ദീൻ സഖാഫി, ജനറൽ സെക്രട്ടറി PK മുഹമ്മദ് ഷാഫി, ട്രഷറർ M ദുൽഫുഖാർ അലി സഖാഫി, വൈസ് പ്രസിഡന്റുമാരായ സയ്യിദ് മുർത്തദ തങ്ങൾ, ഫക്രുദ്ദീൻ സഖാഫി തുടങ്ങി പ്രമുഖർ നേതൃത്വം നൽകി. ധർമ്മപതാകയേന്തുക എന്ന ശീർഷകത്തിൽ നടന്നുവരുന്ന SYS സംഘശാക്തീകരണത്തിന്റെ ഭാഗമായുള്ള സോണൽ പ്രതിനിധി സമ്മേളനങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. എടക്കര സോൺ പ്രതിനിധി സമ്മേളനമാണ് ഇന്നലെ പൂർത്തിയായത്. എടക്കര അൽ അസ്ഹറിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് PKM സഖാഫി ഉദ്ഘാടനം ചെയ്തു.
പുതിയ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ തുടർച്ചയായി നടക്കുന്ന വാർഷിക കൌൺസിൽ പുനഃസംഘടനാ പ്രവർത്തനങ്ങളുടെ അനുബന്ധമായാണ് പ്രതിനിധി സമ്മേളനങ്ങൾ നടന്നുവരുന്നത്. യൂണിറ്റ്, പഞ്ചായത്ത് പ്രതിനിധി സമ്മേളനങ്ങൾക്ക് ശേഷമാണ് സോണൽ പ്രതിനിധി സമ്മേളനങ്ങൾ നടക്കുന്നത്. 25-നകം മുഴുവൻ സോണുകളിലും പ്രതിനിധി സമ്മേളനങ്ങൾ നടക്കും. 9-ന് കൊളത്തൂർ, അരീക്കോട്, 10-ന് എടവണ്ണപ്പാറ, താനൂർ, 12-ന് നിലമ്പൂർ, 14-ന് മലപ്പുറം, 15-ന് മഞ്ചേരി, തേഞ്ഞിപ്പാലം, 17-ന് പൊളിക്കൽ, കോട്ടക്കൽ, എടപ്പാൾ, 23-ന് പെരിന്തൽമണ്ണ, 24-ന് വേങ്ങര സോണുകളിൽ പ്രതിനിധി സമ്മേളനങ്ങൾ നടക്കും. സർക്കിളുകളിൽ നിന്നുള്ള കൌൺസിലർമാർക്ക് പുറമെ യൂണിറ്റ് ഭാരവാഹികൾ, സർക്കിൾ പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവരാണ് സോൺ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ദുബായ് ICF മർക്കസ് നേതാക്കളിൽപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ കന്മനത്തിന്റെ ഭാര്യ-പിതാവ് മുഹമ്മദ് ഹാജി വരമ്പനാലക്കൽ ഇന്ന് മരണപ്പെട്ടു. പരേതിനു വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ബന്ധുക്കൾ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SYS സംഘശാക്തീകരണം സോണൽ പ്രതിനിധി സമ്മേളനങ്ങൾക്ക് തുടക്കമായി. ദൗറത്തുൽ ഖുർആൻ പ്രഖ്യാപനം ഇന്ന് മർക്കസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. മതസാംസ്കാരിക വിനിമയം കാലഘട്ടത്തിന്റെ ആവശ്യം മുഫ്തി അഹമ്മദ് ബഷീറുദ്ദീൻ അൽ ഫാറൂഖി. PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനിയുടെ ജാമ്യം ഉമ്മൻചാണ്ടി കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഡൽഹിയിൽ 2 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല വിവാദത്തിൽ ഇടപെടുമെന്ന് മന്ത്രി അബ്ദുറബ്ബ്. കൊച്ചിയുടെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ഏത് പദ്ധതി നടപ്പാക്കണമെന്ന് 2 മാസത്തിനുള്ളിൽ തീരുമാനിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. KMICയിൽ ഇനി വാവാർഡിൽ നിന്നും സുന്നി സമ്മേളനത്തിൽ നൌഷാദ് ഹസനിയുടെ പ്രഭാഷണം തത്സമയം ശ്രവിക്കാം. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30-ന് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMICnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnionlineclass.com, www.sunnionlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.